മലയാളം ബിഗ് ബോസ് സീസൺ 7 പണിപ്പുരയിൽ പ്രവേശിക്കുന്നതിനുള്ള പോയിന്റിന് വേണ്ടിയുള്ള ഡിബേറ്റ് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ റൗണ്ടിൽ എത്തിയത് അക്ബറും അഭിലാഷുമായിരുന്നു. ഇവർക്ക് വാദിക്കാൻ കിട്ടിയ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഹൗസിനുള്ളിൽ ഗ്രൂപ്പ് ഗെയിം പ്ലാനാണ് നല്ലതെന്ന് അക്ബറും ഇൻഡിവിജ്വൽ ഗെയിം പ്ലാനാണ് നല്ലതെന്ന് അഭിലാഷുമായിരുന്നു വാദിക്കേണ്ടത്. ആദ്യം വാദിക്കാനെത്തിയത് അഭിലാഷായിരുന്നു. അഭിലാഷ് പറയുന്നത് ഓഡീഷനിൽ അഭിലാഷ് കൊടുത്തൊരു പ്രോമിസ് ആയിരുന്നു, ഈ ഹൗസിനുള്ളിൽ ഇൻഡിവിജ്വലായിട്ടേ നിൽക്കുള്ളൂ, ഗ്രൂപ്പിസം തകർക്കും. ഇവിടെ വന്നപ്പോൾ മുതൽ ഞാൻ കാണുന്നൊരു ഗ്രൂപ്പാണ് അക്ബറും ശരത്തും. ഞാൻ അവരെ എൻ്റെ ആജന്മ ശത്രുക്കളായി പ്രഖ്യാപിക്കുകയാണ്. എനിക്ക് അവരോട് താല്പര്യമില്ല, ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് അഭിലാഷ് വാദിക്കുന്നുണ്ട്. രണ്ടാമത് വാദിക്കാൻ എത്തിയത് അക്ബറായിരുന്നു. അക്ബറിന് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം. എന്തായാലും ഇവിടെയും അക്ബർ ആ കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. അക്ബർ പറയുന്നത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പാണ്, ഒത്തുപിടിച്ചാൽ മലയും പോരും. ഈ ബിഗ് ബോസ് സീസൺ തുടങ്ങിയിട്ട് പല ടാസ്കുകളും നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ കുറച്ച് മാത്രമാണ് ഇൻഡിവിജ്വൽ ടാസ്ക്, ബാക്കി കൂടുതലും ഗ്രൂപ്പ് ടാസ്കുകളാണ്. കൂടാതെ ഈ സംസാരിക്കുന്ന അഭിലാഷിനെ പോലും ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കണമെങ്കിൽ സപ്പോർട്ടിന് വേണ്ടി ഒനിയിലും ഷാനവാസും വേണം. സിഗരറ്റ് വലിക്കാൻ പോലും അബിക്കൊരു കൂട്ട് വേണം. ആ ഒരു വ്യക്തി ഇവിടെ വന്ന് ഇൻഡിവിജ്വൽ ഗെയിമാണ് നല്ലതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൂട്ടമായി വരുന്ന ആനകളെ ആരും പേടിക്കാറില്ല, ഒറ്റയ്ക്ക് വരുന്ന മതയാനേനെയാണ് എല്ലാവർക്കും പേടി. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കൂട്ടും ആ ഗ്രൂപ്പും ആ ഒരു ഫ്രണ്ട്ഷിപ്പും വേണമെന്ന് അക്ബർ വാദിക്കുന്നുണ്ട്. എന്തായാലും ഇവരുടെ തമ്മിൽ വാദത്തിൽ അക്ബറാണ് വിജയിച്ചത്. ഈ വീക്ക് തുടങ്ങിയപ്പോൾ മുതൽ അഭിലാഷിന് നല്ല മാറ്റമുണ്ട്. അഭിലാഷ് പല കാര്യങ്ങളും പേഴ്സണലായിട്ടാണ് എടുക്കുന്നത്. ഈ ഒരു ഡിബേറ്റിൽ പോലും അക്ബറും ശരത്തും ആജന്മ ശത്രുക്കളാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നാലാമത്തെ റൗണ്ടിൽ വരുന്നത് സരികയും ഒനിയിലുമായിരുന്നു. അവരും നല്ലതുപോലെ തന്നെ വാദിക്കുന്നുണ്ട്. അതിൽ ഒനിയിലാണ് വിജയിക്കുന്നത്. അതിനുശേഷം രണ്ടാം ഘട്ടം സ്റ്റാർട്ട് ചെയ്തു. രണ്ടാം ഘട്ടത്തിൽ 3 റൗണ്ടുകളായിരുന്നു ഉള്ളത്. ഫസ്റ്റ് റൗണ്ടിൽ ബിന്നിയും രേണുസുതിയുമാണ് വന്നത്. അവർക്ക് കിട്ടിയ ടോപ്പിക് എന്ന് പറയുന്നത് ശുചിത്വം സാഹചര്യത്തെ ആശ്രയിച്ചാണ് എന്ന് രേണുവും, ശുചിത്വവും സാഹചര്യവും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് ബിന്നിയും വാദിക്കണമായിരുന്നു. നല്ലതുപോലെ വാദിച്ചെങ്കിൽ അതിൽ വിജയിച്ചത് രേണുസുതിയായിരുന്നു. രണ്ടാമത്തെ റൗണ്ടിലെത്തിയത് അനുമോളും റെന ഫാത്തിമയുമായിരുന്നു. അവർക്ക് കിട്ടിയ ടോപ്പിക്ക് പ്രായവും ജീവിതാനുഭവവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് അനുമോളും പ്രായവും ജീവിതാനുഭവവും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് റെന ഫാത്തിമയും വാദിക്കണമായിരുന്നു. അതിൽ വിജയിച്ചത് റെന ഫാത്തിമയാണ്. മൂന്നാമത്തെ റൗണ്ടിലെത്തിയത് ഷാനവാസും ശരത്തുമായിരുന്നു. അവർക്ക് കിട്ടിയ ടോപ്പിക് സൗഹൃദം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് തെറ്റാണെന്ന് ഷാനവാസും സൗഹൃദം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന് ശരത്തും വാദിക്കണമായിരുന്നു. എന്നാൽ ഇവർക്ക് ടോപ്പിക്ക് മനസ്സിലായില്ലോ, എന്താണെന്നറിയില്ല. ഇവർ തമ്മിൽ ബാധിച്ചത് ടോപ്പിക്കുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ്. എങ്കിലും തമ്മിൽ ഭേദം എന്ന രീതിയിൽ ശരത്തിനെ എന്തായാലും ഇവർ സെലക്ട് ചെയ്തു. അങ്ങനെ 7 പേരാണ് ഈ ടാസ്കിൽ വിജയിച്ച്. 7 പേർക്കും 150 പോയിന്റുകൾ വീതം 1050 പോയിന്റുകളാണ് ലഭിച്ചത്. ഈ വിജയിച്ച 7 പേരിൽ നിന്നാണ് പണിപ്പുരയിലേക്ക് പോകാനുള്ള ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യേണ്ടത്. ഇതുവരെ പണിപ്പുരയിൽ പോയിട്ടില്ല എന്ന ഒറ്റ റീസൺ കാരണം ഒനിയിലിനെയാണ് സെലക്ട് ചെയ്തത്.